ഈ ഒരു വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്ത് വരുന്ന കുറച്ച് കോമൺ ടേംസ്, അതായത് ലോഗ് ഫുട്ടേജസ്, റോ ഫുട്ടേജസ്, പിന്നെ റെക്സ് 719 ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്താണ് കളർ സ്പേസ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫോണിൽ ഒരു ഫോട്ടോ എടുക്കുക. അപ്പം നമ്മുടെ ആ ഒരു ക്യാപ്ചറിംഗ് ഡിവൈസ് ഈ ഒരു നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ, ആ ഒരു സറൗണ്ടിങ്ങിനെ എല്ലാം ക്യാപ്ചർ ചെയ്യുന്നത് ഒരു കളർ സ്പേസിൽ നിന്നുകൊണ്ടായിരിക്കും. പിന്നെ ആ ഒരു വീഡിയോ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഇട്ട് എഡിറ്റ് ചെയ്യുന്നത് അത് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു കളർ സ്പേസിൽ നിന്നുകൊണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു വിഷ്വൽ കാണുന്നത്, ആ ഒരു ഔട്ട്പുട്ട് കാണുന്നത്, അത് ആ കാണുന്ന ഡിസ്പ്ലേയുടെ കളർ സ്പേസിൽ നിന്നുകൊണ്ടായിരിക്കും. പക്ഷേ ഇതിനെല്ലാം മുകളിലായിട്ട് ഏറ്റവും വലിയൊരു കളർ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കളർ സ്പേസ് ആണ്. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ട് അത് നമ്മുടെ തലച്ചോറ് പ്രോസസ്സ് ചെയ്ത് നമ്മളെ കാണിക്കുന്ന കളർ സ്പേസ് ആണ് അതിനെല്ലാം മുകളിലുള്ള കളർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പം ഈ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുന്ന കളേഴ്സൊക്കെ ആ ഒരു കളർ സ്പേസിന് ഉള്ളിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കളേഴ്സിനെ ഒരു എക്സ് ആൻഡ് വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഡയഗ്രം ആയിരിക്കും കിട്ടുന്നത്. അപ്പം ആ ഒരു ഡയഗ്രത്തിന് പറയുന്നത് ക്രൊമാറ്റിസിറ്റി ഡയഗ്രം എന്നാണ്. അപ്പം ഇവിടെ നമുക്ക് റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അപ്പം ഈ കളേഴ്സൊക്കെയാണ് ഒരു ഹ്യൂമൻ ഐക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഉണ്ടാവുക. പക്ഷേ ഇതിൻ്റെ എഡ്ജൊക്കെ കേർവ്ഡ് ആയിരിക്കും. ഈ കേർവ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ വിഷനുള്ള ലിമിറ്റേഷനാണ്. നമുക്ക് ഈ കാണുന്ന ഈ ഒരു കേർവിനുള്ളിലുള്ള കളേഴ്സ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു ഡയഗ്രത്തിന് പുറത്ത് ഏതെങ്കിലും കളേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ആ ഒരു കളർ നമുക്ക് ഇൻവിസിബിൾ ആയിരിക്കും. നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു എൻറ്റയർ കളർ ഒരു ക്യാപ്ചറിങ് ഡിവൈസ് വെച്ച് ക്യാപ്ചർ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അത് നമ്മളെ കാണിക്കുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഇപ്പം നമുക്ക് ഈ കളേഴ്സ് എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ ക്യാമറ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വെച്ചോ. പക്ഷേ അത് എഡിറ്റ് ചെയ്യാൻ പറ്റിയ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ പറ്റി നമ്മളെ കാണാൻ പറ്റുന്ന അത്രയും കളേഴ്സ് ഉള്ള ഡിസ്പ്ലേ നമുക്കില്ലെങ്കിലും പ്രശ്നമാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നമ്മുടെ കയ്യിലൊരു ഈ കളേഴ്സ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഈ കളർ സ്പേസ് ഉള്ള ഒരു ഡിസ്പ്ലേ ഉണ്ട്. പക്ഷേ ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ ഡിവൈസ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ കാര്യമില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവേ വർക്ക് ചെയ്യുന്നത് ഒരു ലിമിറ്റഡ് കളർ സ്പേസിലായിരിക്കും. അതായത് ഇത്രയും കളേഴ്സ് ഇല്ലാത്ത നമുക്ക് ആവശ്യമുള്ള കുറച്ച് കളേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കളർ സ്പേസ് ആയിരിക്കും അത്. മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ആ ഒരു കളർ സ്പേസിന് പറയുന്നത് റെക്സ് 719 ആണ്. ഇപ്പം ഈ സ്ക്രീനിൽ ഒരു ട്രയാങ്കിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു എൻറ്റയർ കളർ സ്പേസിൽ ഈ ഒരു ഗ്രീന്, ഈ ഒരു ബ്ലൂ, ഈ ഒരു റെഡ് ഒക്കെ കവർ ആവുന്ന ഈ ഒരു കളർ സ്പേസിനെയാണ് നമ്മൾ റെക്സ് 719 എന്ന് പറയുന്നത്. നമ്മൾ പൊതുവേ എല്ലായിടത്തും കാണുന്നത് ഈ ഒരു കളർ സ്പേസ് ആണ്. ഫോണിൽ, ലാപ്ടോപ്പിൽ, ടി.വി അങ്ങനെയുള്ള എല്ലായിടത്തും സ്റ്റാൻഡേർഡ് യൂസ് ചെയ്ത് വരുന്ന ഒരു കളർ സ്പേസ് ആണ് റെക്സ് 719 എന്ന് പറയുന്നത്. അപ്പം ഈ D65 എന്ന് എഴുതിയിരിക്കുന്നതാണ് ഈ ഒരു കളർ സ്പേസിൻ്റെ ഒരു വൈറ്റ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു കളർ സ്പേസ് പോലെ തന്നെ ഇപ്പം നമുക്ക് ഇവിടെ ഒരു ചാർട്ട് ഉണ്ട്. ഇതിൽ ഈ റെക്സ് 719 എന്ന് എഴുതിയിരിക്കുന്നത് ഈ ഒരു പിങ്ക് കളറിൽ പോയിരിക്കുന്നതാണ്. അത് നമ്മുടെ SRGB വെച്ച് കവർ ആയിട്ടുണ്ട്. അതായത് ഏകദേശം ഈ SRGB കളർ സ്പേസും ഈ ഒരു റെക്സ് 719 കളർ സ്പേസും ഏകദേശം സിമിലർ കളർ സ്പേസ് ആണ്. ഈ SRGB എന്ന് പറയുന്നത് നമ്മൾ ഫോട്ടോയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത് വെബിലൊക്കെ നമ്മൾ ഏതൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്താലും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇവിടെയൊക്കെ നമ്മൾ ഏതൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്താലും അത് അപ്ലോഡ് ആവുന്നത് SRGB ഫോർമാറ്റിലായിരിക്കും. അതുപോലെ തന്നെ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കാണുന്നതും പിന്നെ വെബിൽ എവിടെ വേണമെങ്കിലും കാണുന്നതെല്ലാം റെക്സ് 719 ആണ്. ഈ റെക്സ് 719 എന്ന് പറയുന്നതാണ് നിലവിലത്തെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കൂട്ടം എഞ്ചിനീയേഴ്സ് അവർ ഈ ഡിസ്പ്ലേസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നവർക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ഡിസ്പ്ലേ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഹൈലൈറ്റ്സിൻ്റെ വാല്യൂ ഇത്ര, പിന്നെ ഷാഡോസിൻ്റെ വാല്യൂ ഇത്ര, കളേഴ്സിൻ്റെ സാച്ചുറേഷൻ്റെ വാല്യൂ ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം ആ ഒരു ഇൻസ്ട്രക്ഷൻ്റെ പുറത്തായിരിക്കും ഈ ഒരു ഡിസ്പ്ലേസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ ആ ഒരു ഡിസ്പ്ലേ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവുക. അപ്പം അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ രീതിയിൽ എല്ലാ കളേഴ്സും എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ കയ്യിലൊരു ഫോണുണ്ട്. അപ്പം എൻ്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ വേറൊരു ഫോണുണ്ട്. അപ്പോൾ ഈ 2 ഫോണിൽ 2 ഡിസ്പ്ലേ ആണെങ്കിൽ 2 പേർക്കും കാണുന്നത് 2 രീതിയിലായിരിക്കും അല്ലേ? അപ്പം ഒരാൾക്ക് ആണെങ്കിൽ എല്ലാ കളേഴ്സും ഉൾപ്പെടാതിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കളർ സ്പേസ് ആണ് ഈ ഒരു റെക്സ് 719 എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു കളർ സ്പേസിൽ ഒരു ഔട്ട്പുട്ട് ഇറക്കിയാൽ അത് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ആയിട്ട് ടിവിസിൽ കാണിക്കാൻ പറ്റും. എന്നിരുന്നാലും ഇതൊരു പഴയ സ്റ്റാൻഡേർഡാണ്. ഈ ഒരു സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 1990-ലാണ്. ഇപ്പം ആ ഒരു സ്റ്റാൻഡേർഡ് റെക് 2020 റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ റെക് 2020 എന്ന് പറയുന്നത് ഹ്യൂമൻ ഐക്ക് കാണാൻ പറ്റുന്ന ഏകദേശം എല്ലാ കളേഴ്സും ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ അത് നല്ലൊരു ഔട്ട്പുട്ട് ആയിരിക്കും ആ ഒരു കളർ സ്പേസ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് നിലവിലെ HDR സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് റെക് 2020 ആണ്. ഇപ്പം പുതിയ ഇറങ്ങുന്ന ടിവിസ് ഉണ്ടല്ലോ, അതായത് 4K 8K ടിവിസിലൊക്കെ റെക് 2020 എന്ന് പറഞ്ഞ ആ ഒരു കളർ സ്പേസിലായിരിക്കും ഉണ്ടാവുക. ഈ റെക് 2020 എന്ന് പറയുന്ന കളർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു മജന്ത കളറിൽ കാണുന്നതാണ്. ഇത് ഏകദേശം നമ്മുടെ ആ ഒരു ഹ്യൂമനേക്ക് കാണാൻ പറ്റുന്ന അത്രയും കളർ സ്പേസ് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പം നെറ്റ്ഫ്ലിക്സ് പോലുള്ള പ്ലാറ്റ്ഫോംസിലും ഇതിപ്പം നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ റെക് 2020 എന്ന് പറയുന്നത്. അപ്പം ഈ റെക് 2020 എന്ന് പറയുന്നത് ഒരു ഹൈ ഡൈനാമിക് റേഞ്ച് ഉള്ള ഒരു കളർ സ്പേസ് ആണ്. അപ്പം ഈ ഒരു റെക് 2020-ലാണ് ഇപ്പം പൊതുവെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇപ്പം ഓരോ സിനിമകളും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളൊരു
കളർ സ്പേസ് ആണ് ഈ ഒരു അഡോബ് ആർജിബി എന്ന് പറയുന്നത്. അത് ഫോട്ടോഗ്രാഫി ഫീൽഡിലാണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പം ഈ ഒരു അഡോബ് ആർജിബിയിൽ നമുക്ക് ആ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കാണാൻ പറ്റുന്ന ഡിസ്പ്ലേസ് വേണം. പിന്നെ ഈ കാണുന്ന DCI P3 എന്ന് പറയുന്നത് നമ്മുടെ മൂവി തിയേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന കളർ സ്പേസ് ആണ്. അവിടുത്തെ ആ ഒരു ഡിസ്പ്ലേ ഒക്കെ പറയുന്നത് ഈ ഒരു DCI P3 എന്ന് പറഞ്ഞ കളർ സ്പേസിലുള്ളതായിരിക്കും. അതുകൊണ്ട് നമുക്ക് അത്രയും കളേഴ്സ് എക്സ്ട്രാ കാണാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ ക്യാമറ മാനുഫാക്ചർ ചെയ്യുന്നവരും അവരുടെ ക്യാമറയുടെ സെൻസറിനെ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് ഓരോ കളർ സ്പേസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കളർ സ്പേസിന് കളർ ഗ്യാമറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കളർ ഗ്യാമറ്റ് എന്ന് പറയുന്നത് ക്രൊമാറ്റിസിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ട ഹ്യൂമൻ ഐക്ക് കാണാൻ പറ്റുന്ന കളേഴ്സിന് ഉള്ളിൽ വരുന്ന കളർ സ്പേസ് ആണ് ഈ ഒരു കളർ ഗ്യാമറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കളർ സ്പേസ് നമുക്ക് റെക്സ് 709 എന്ന കളർ സ്പേസിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് ഡിവൈസിൽ കാണാൻ പറ്റും. റെഡ് പോലുള്ള മൂവി ക്യാമറസ് ഒക്കെ അവരുടെ റെഡ് വൈഡ് ഗ്യാമറ്റ് RGB എന്ന് പറഞ്ഞ ഗ്യാമറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആരി അലക്സ വൈഡ് ക്യാമറ ഗ്യാമറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോണിക്ക് S ഗ്യാമറ്റ് 3 സൈൻ എന്ന് പറഞ്ഞ കളർ ഗ്യാമറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കാനോണിൻ്റെ C ഗ്യാമറ്റ് എന്ന് പറഞ്ഞ കളർ ഗ്യാമറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ക്യാമറ സ്പെസിഫിക് ആയിട്ട് ഇത്രയും കളർ സ്പേസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആ ഒരു സ്പെസിഫിക് ക്യാമറയുടെ ക്യാപ്പബിലിറ്റി അനുസരിച്ച് മാക്സിമം കളേഴ്സ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഈ ഗ്യാമറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഗാമയല്ല. ഗാമ എന്ന് ഉദ്ദേശിക്കുന്നത് ലൈറ്റിനെയാണ്. ഗ്യാമറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കളറിനെയാണ്. ഇപ്പം നമുക്ക് കളർ സ്പേസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാമറ്റും ഗാമയും ഉൾപ്പെടുത്തിയേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരു വിഷ്വൽ ഉണ്ടെങ്കിൽ ആ ഒരു വിഷ്വലിൽ നമുക്ക് കളറും കാണും ലൈറ്റും കാണും. അപ്പോൾ നമുക്ക് കളറും ക്യാപ്ചർ ചെയ്യണം ലൈറ്റും ക്യാപ്ചർ ചെയ്യണം. ഈ റെക്സ് 709 എന്ന് പറയുന്ന ആ ഒരു കളർ സ്പേസിന് ഒരു സ്റ്റാൻഡേർഡ് ലൈറ്റും കാണും ഒരു സ്റ്റാൻഡേർഡ് കളറും കാണും. അപ്പം ഈ ഒരു കളറിന് പുറത്തോട്ട് ആ ഒരു റെക്സ് 709 സ്റ്റാൻഡേർഡ് പോകത്തില്ല. ഇപ്പം നമ്മളൊരു ഇമേജ് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏത് രീതിയിൽ ഇത് റെക്കോർഡ് ചെയ്യണം. റോയിൽ എടുക്കണോ അല്ലെങ്കിൽ റെക്സ് 709 എടുക്കണോ? ഇപ്പോൾ റോയിൽ എടുക്കാതെ നമ്മൾ നോർമലി എടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ റെക്സ് 709 ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റെക്സ് 709 ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടൊരു ഗുണമെന്ന് പറയുന്നത് നമുക്കത് അപ്പം തന്നെ ആർക്കും വേണമെങ്കിലും അയച്ചു കൊടുക്കാം. അപ്പം തന്നെ അത് യൂസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊരു പക്ഷേ ഇതിനകത്ത് ഹൈലൈറ്റ്സ് ക്ലിപ്പായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വെയിലുണ്ടായിരുന്നു. വെയിൽ കാരണം ആ ഒരു അത്രയും ഭാഗത്ത് ഡീറ്റെയിൽസ് വേണേൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആ ഹൈലൈറ്റ്സ് കാരണം അത്രയും ഭാഗം ക്ലിപ്പായി പോയി. ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. പക്ഷേ നമ്മൾ റോയിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നതെങ്കിൽ നമ്മുടെ ആ ഒരു ക്യാമറ സെൻസറിൽ പതിയുന്ന എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ക്യാമറ സ്റ്റോർ ചെയ്തിട്ട് ഒരു റോ ഫോർമാറ്റിലായിരിക്കും അത് സേവ് ചെയ്യുന്നത്. അപ്പം ആ ഒരു റോ ഫയൽ നമ്മൾ എഡിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നല്ല കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ആയിരിക്കും. പക്ഷേ അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നല്ല സൈസ് എടുക്കും. ഇപ്പോൾ നമ്മൾ ഒരു വെഡ്ഡിംഗ് വർക്കിനൊക്കെ പോയിട്ട് റോ ഫയൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന കാര്യം പ്രാക്ടിക്കൽ അല്ല. കാര്യം നമുക്ക് ഒരുപാട് ക്ലിപ്സ് ഷൂട്ട് ചെയ്യേണ്ടി വരും. അത്രയും മെമ്മറി കാർഡ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ അത് എഡിറ്റ് ചെയ്യുന്നതിന് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് സാധാ റെക്സ് 709 ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ പെട്ടെന്ന് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഈ റോ ഫയൽ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് 12 ബിറ്റിലോ അല്ലെങ്കിൽ 14 ബിറ്റിലോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ റെക്സ് 709 നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ടിപ്പിക്കലി 8 ബിറ്റിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് റോയിൽ എടുത്തൊരു വീഡിയോ അപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു വീഡിയോ ഫോർമാറ്റിൽ പോലും ആയിരിക്കത്തില്ല. അതെന്ന് പറയുന്നത് ഒരു ഫയൽസ് ആയിരിക്കും. ഒരു ഹ്യൂജ് ഫയൽസ് ആയിരിക്കും. നമ്മുടെ ക്യാമറയിൽ സെൻസറിൽ ക്യാപ്ചർ ചെയ്യുന്ന എല്ലാ ഡേറ്റാസും കളക്ട് ചെയ്തിരിക്കുന്ന ഒരു ഹ്യൂജ് ഫയലായിരിക്കും. ആ ഒരു ഫയൽ നമ്മൾ പ്രോസസ്സ് ചെയ്ത് എഡിറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് ഒരു വീഡിയോ ഫയലായിട്ട് നമുക്കത് കിട്ടത്തുള്ളൂ. നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യുന്ന ISO, ടെമ്പറേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ റോ ഫയൽ ചൂസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്യാമറയിൽ ഇപ്പം ISO കൂട്ടിയിട്ടെടുത്ത് നമ്മൾ ബ്ലീച്ച് ഔട്ട് ആയിപ്പോയി അല്ലെങ്കിൽ ക്ലിപ്പായി പോയെന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ISO കൊടുത്തിട്ട് നമുക്കത് ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇത് ഭയങ്കര സൈസ് ആയിരിക്കും. നമുക്കത് പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കുറച്ച് റോയിൽ ഷൂട്ട് ചെയ്ത ഫയൽസാണ്. ഇത് നമ്മുടെ ബ്ലാക്ക് മാജിക്കിൻ്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ആക്കി പ്ലേ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതെന്ന് പറയുന്നത് ഡാവിഞ്ചി റിസോൾവിൻ്റെ തന്നെ ഒരു പ്ലെയറിൽ മാത്രമേ ഇത് പ്ലേ ആവത്തുള്ളൂ. ഇതൊരു റോ ഫയലാണ്. ഇപ്പം ഞാനാണെങ്കിൽ ഈ ഒരു ഫയൽ ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ഡാവിഞ്ചിയിൽ ഓപ്പൺ ആക്കുക. ഈ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓവർ എക്സ്പോസ്ഡ് ആയിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മളിത് കളർ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് റോയിൽ എടുത്തതുകൊണ്ട് തന്നെ ഈ ഡീറ്റെയിൽസ് എല്ലാം പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ ഡീകോഡ് യൂസിംഗ് എന്ന് പറഞ്ഞിട്ട് അത് ക്ലിപ്പാക്കുന്നു. ക്ലിപ്പാക്കിയപ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ കളർ സയൻസ് എന്നുള്ളത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനറേഷൻ 5 സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നമുക്ക് വൈറ്റ് ബാലൻസ് ഇവിടെ ഇപ്പം ആ ഒരു ഇത് സെലക്ട് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു ഓവർ എക്സ്പോസിങ് ഇപ്പോൾ തന്നെ പോയത് കാണാൻ പറ്റും. പിന്നെ നമുക്കിവിടെ കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന അതേ രീതിയിലുള്ള എഫക്റ്റ് ആയിരിക്കും ഈ റോയിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഇതുപോലെ തന്നെ ഇവിടെ ISO 800 കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ISO കുറയ്ക്കാം. ഒരു 250 ഇടാം അല്ലെങ്കിൽ 400 ഇടാം. ഇപ്പോൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ISO ആണ് ഇടുന്നത് ആ ഒരു സെയിം എഫക്റ്റ് തന്നെ നമുക്ക് റോയിൽ ഷൂട്ട് ചെയ്താൽ ഇവിടെ കിട്ടും. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഞാനിപ്പം ഈ ഒരു വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്നത് വെറും 15 സെക്കൻഡ് മാത്രമാണ് അല്ലേ. പക്ഷേ ആ ഒരു വീഡിയോയുടെ സൈസ് എന്ന് പറയുന്നത് 1 GB അടുപ്പിച്ചിട്ട്. ഇതാ പറഞ്ഞാൽ റോയിൽ എടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഫയൽ സൈസ് വരും. അപ്പം ഇതിനെല്ലാം ഒരു സൊല്യൂഷനായിട്ടാണ് ലോഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് വീഡിയോസ് ലോഗിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ ലോഗ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു നമ്മുടെ ഇപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ ഒരു കർവ് എന്ന് പറയുന്നത് ലീനിയർ കർവ് ആയിരിക്കും. പക്ഷേ ഈ ലോഗിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കർവ് എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിമൈസ്ഡ് ഗാമ കർവ് ആയിരിക്കും. അതായത് ആ ഒരു ഇമേജിൻ്റെ ഹൈലൈറ്റ്സ് കുറയ്ക്കും. എന്നിട്ട് ഷാഡോസ് കൂട്ടിയിട്ട് മാക്സിമം എമൗണ്ട് ഓഫ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ നോക്കും.
ആ ഒരു വീഡിയോ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല ഡീസാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും അത്. ഒട്ടും കോൺട്രാസ്റ്റ് ഇല്ലാത്ത ഡീസാച്ചുറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ലോഗ് എന്ന് പറയുന്നത്. ഈ ലോഗ് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുന്നതും റെഡി ടു യൂസ് അല്ല. നമ്മളത് എഡിറ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്ക് റോ ഫയൽസിൽ യൂസ് ചെയ്യുമ്പോഴുള്ള ആ ഒരു കോംപ്ലക്സിറ്റി വരത്തില്ല. അത് മാത്രമല്ല അത്രയും ഫയൽ സൈസും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. നമുക്ക് സാധാ റെക്സ് 719 വീഡിയോ എടുക്കുന്നത് പോലെ തന്നെ ലോഗിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ ലോഗിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് റെക്സ് 719 കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓവർ എക്സ്പോസ് ആയിട്ടുള്ള ബ്ലീച്ച് ഔട്ട് ആവുന്ന ഇഷ്യൂസ്, ക്ലിപ്പ് ആവുന്ന ഇഷ്യൂസൊക്കെ ഒഴിവാക്കാൻ പറ്റും. ലോഗ് ഫുട്ടേജ് പൊതുവെ റെക്കോർഡ് ചെയ്യുന്നത് 10 ബിറ്റിലായിരിക്കും. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ക്യാമറ സ്പെസിഫിക് ആയിട്ട് ഓരോ ഗാമറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഓരോ കളർ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ ഓരോ ക്യാമറയ്ക്കും അതിൻ്റേതായ ഒപ്റ്റിമൈസ്ഡ് ലോഗിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയ പ്രൊഫൈൽസ് ഉണ്ടായിരിക്കും. ഇപ്പം സോണിയുടെ പ്രൊഫൈലിന് പറയുന്നത് എസ് ലോഗ് എന്നാണ്, കാനോണിൻ്റെ സി ലോഗ് എന്നാണ്, DJയുടെ ഡി ലോഗ് എന്നാണ്. അപ്പോൾ നമ്മൾ ലോഗിൽ ഷൂട്ട് ചെയ്ത ആ ഒരു വീഡിയോ നമ്മുടെ ആ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആ ഒരു വീഡിയോയെ റെക്സ് 719 കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തത് ഒരു സോണിയുടെ ക്യാമറയിലാണെങ്കിൽ അത് പൊതുവേ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകുക എസ് ഗ്യാമറ്റ് 3.sign എന്ന് പറയുന്ന ഗ്യാമറ്റിലും പിന്നെ സോണിയുടെ എസ് ലോഗ് എന്ന് പറഞ്ഞ ഗ്യാമ ഇൻപുട്ടിലുമായിരിക്കും നമ്മളത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ചൂസ് ചെയ്തിട്ട് അത് നമ്മുടെ റെക്സ് 719 കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഡാവിഞ്ചി റിസോൾവിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കളർ ട്രാൻസ്ഫോം എഫക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കളർ സ്പേസിൽ നിന്ന് നമ്മുടെ റെക്സ് 719 കളർ സ്പേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വേറെ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ആ സോഫ്റ്റ്വെയറിൽ അട്ടി യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓരോ ക്യാമറ കമ്പനിക്കാരും അവരുടെ ക്യാമറയിൽ ലോഗിൽ ഷൂട്ട് ചെയ്യുന്നതിനെ റെക്സ് 719 കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ലട്ട്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതൊരു ലട്ടായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ലോഗിൽ ക്യാപ്ചർ ചെയ്ത ആ ഒരു വീഡിയോ ഒരു റെക്സ് 719 കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ലോഗിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഒരു ഹൈ ഡൈനാമിക് റേഞ്ച് കിട്ടും. ഹൈലൈറ്റ്സിലും ഷാഡോസിലും അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിൽസ് പ്രിസർവ് ചെയ്യും. ഈ റോയിൽ പ്രിസർവ് ചെയ്യുന്ന അത്രയും പ്രിസർവ് ചെയ്തില്ലെങ്കിലും നമുക്ക് തരക്കേടില്ലാത്ത നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ലോഗിൽ ഷൂട്ട് ചെയ്തിട്ട് അത് കളർ ഗ്രേഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ റോയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു കോംപ്ലക്സിറ്റി ഒന്നും ഉണ്ടാകത്തുമില്ല. ഇവിടെ ഞാൻ ഡാവിഞ്ചിയിൽ ലോഗിൽ ഷൂട്ട് ചെയ്ത കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് അരിയ അലക്സ എന്ന് പറഞ്ഞൊരു മൂവി ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഡീസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ് കാണുന്നത്. ഇതിപ്പോൾ നമുക്ക് റെക്സ് 719 കാണുമെങ്കിൽ ഇവിടെ എഫക്ട്സ് എടുക്കുക. എഫക്ട്സ് എടുത്തിട്ട് കളർ സ്പേസ് ട്രാൻസ്ഫോം എന്നൊരു എഫക്റ്റ് ആണ്. അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഈ ഒരു നോഡിലോട്ട് ഇടുക. അപ്പോൾ നമുക്ക് ഇൻപുട്ട് കളർ സ്പേസ് ചൂസ് ചെയ്യാൻ കാണും. ഇവിടെ ആര്യ അലക്സ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആര്യ അലക്സ വൈഡ് ഗ്യാമറ്റ് 3 ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻപുട്ട് ഗ്യാമ എന്ന് പറയുന്നത് ലോഗ് C3 ആണ്. അപ്പോൾ നമ്മൾ കളർ സ്പേസ് യൂസ് ചെയ്യുക, അതായത് കളറും ചൂസ് ചെയ്യണം, ഈ ഗാമ അതായത് ലൈറ്റും ചൂസ് ചെയ്യണം. പിന്നെ ഔട്ട്പുട്ട് കളർ സ്പേസ് യൂസ് ടൈം ലൈൻ എന്നാണ് കിടക്കുന്നത്. ഈ യൂസ് ടൈം ലൈൻ എന്ന് പറയുന്നത് ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് സെറ്റിംഗ് കാണിച്ചാൽ ഇവിടെ ഈ ഒരു കളർ മാനേജ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ ടൈം ലൈൻ കളർ സ്പേസ് എന്ന് പറയുന്നത് റെക്സ് 719 ഓൾറെഡി കിടക്കുന്നത്. ഔട്ട്പുട്ട് കളർ സ്പേസും റെക്സ് 719 ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടൈം ലൈനിൽ ഓൾറെഡി അത് ഡിഫാൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഇത് ചൂസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചൂസ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കളർ സ്പേസിൽ നിന്ന് മറ്റൊരു കളർ സ്പേസിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് പഠിച്ചു. ഇപ്പം ഞാനാണെങ്കിൽ ഇത് റീസെറ്റ് നോഡ് സെലക്ട് ചെയ്തു. ഞാനിവിടെ Alt S ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് കളർ സ്പേസ് ട്രാൻസ്ഫോം ഈ ഒരു നോഡിലായിരിക്കും നമ്മൾ ഇടുന്നത്. പൊതുവേ കളർ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നോഡ് ഏറ്റവും അവസാനമായിരിക്കും കീപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു നോഡിൽ ഇപ്പോൾ ഞാനിവിടെ ഇൻപുട്ട് കളർ സ്പേസും ഇൻപുട്ട് ഗാമയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും കളർ ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു നോഡിലായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു നോഡോട് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു നോഡ് ചെയ്യാം. ഇതിപ്പം ലോഗിൽ എടുത്തോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. റെക്സ് 719 കൺവേർട്ട് ചെയ്തപ്പം ഈ ഒരു ലുക്കാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ നമ്മൾ ലോഗിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതായത് ഈ ഒരു ഷാഡോസ് ഹൈലൈറ്റ്സ് ഒക്കെ കുറച്ചിട്ടായിരിക്കും ലോഗിൽ ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം ലോഗിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഒരു കർവ് കാണുന്നത് ലീനിയർ ആയിട്ടാണ്. അപ്പം ഈ ഒരു പോയിന്റ് ലോഗിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യും, താഴോട്ടാക്കും. ഇപ്പോൾ ഈ സമയത്ത് ഈ ഹൈലൈറ്റ്സിനകത്തുള്ളതൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഷാഡോസിൻ്റെ കർവ് ഇങ്ങനെ ഉയർത്തി കൊടുക്കും. അപ്പം ഷാഡോസിലെ ഡീറ്റെയിൽസും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു ലോഗിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഈ കളർ ഗ്രേഡിങ് പഠിക്കുന്ന സമയത്ത് ഇപ്പം ഈ ഒരു നോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കളർ സ്പേസ് ട്രാൻസ്ഫോം ചെയ്ത പോലെ തന്നെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ കളർ സ്പേസ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അതെന്ന് പറയുന്നത് ACS ട്രാൻസ്ഫോം എന്നാണ്. അപ്പോൾ ഈ ACSൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അക്കാഡമിക് കളർ എൻകോഡിംഗ് സിസ്റ്റം എന്നാണ്. അപ്പം ഇതൊരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് കളർ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പൈപ്പ് ലൈൻ ആണ്. അപ്പം ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരു കളർ സ്പേസിൽ നിന്ന് മറ്റൊരു കളർ സ്പേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ സിനിമാസ് ഒക്കെ റിലീസ് ചെയ്യുന്നത് പൊതുവേ ഇപ്പം ACS ട്രാൻസ്ഫോം യൂസ് ചെയ്ത്. അപ്പോൾ നമ്മൾ ACS ട്രാൻസ്ഫോമിനെ കുറിച്ച് ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എന്തായാലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ACS ട്രാൻസ്ഫോം നമ്മൾ ഇതിലോട്ട് ഡ്രാഗ് ചെയ്തിടുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ഇൻപുട്ട് ട്രാൻസ്ഫോം ഞാനിപ്പം അരിലോഗ്സിയിലാണ് ഷൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു ഔട്ട്പുട്ട് ട്രാൻസ്ഫോം നമുക്ക് റെക്സ് 719 കൊടുക്കാൻ പറ്റും. സെയിം ആ ഒരു ലുക്ക് തന്നെ കിട്ടും. ശരിക്കും ഒരു കളർ സ്പേസിൽ നിന്ന് മറ്റൊരു കളർ സ്പേസിലോട്ട് കൺവേർട്ട് ചെയ്യുക മാത്രമല്ല ഈ ഒരു ACS ട്രാൻസ്ഫോമിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഈ ഒരു ലോഗിനെ ഞാനിപ്പോൾ ഒരു നോഡോട് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഒരു ACS ട്രാൻസ്ഫോം ഈ ഒരു ഫസ്റ്റ് നോഡിലോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് ഈ ഒരു ഇൻപുട്ട് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് അരിലോഗ്സ് കൊടുത്തു. ഇവിടെ ഈ ഔട്ട്പുട്ട് ട്രാൻസ്ഫോം ചെയ്യാനാണെങ്കിൽ ഈ ഒരു
ACSൻ്റെ ഒരു കളർ സ്പേസ് ഉണ്ട്. അതിലോട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു രണ്ടാമത്തെ നോഡിൽ വീണ്ടും ഈ ഒരു ACS ട്രാൻസ്ഫോം ആഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഇൻപുട്ട് നമ്മൾ മുമ്പേ മാറ്റി കൊടുത്ത ആ ഒരു കളർ സ്പേസിലോട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു ACSC കളർ സ്പേസിലോട്ട് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ നമ്മളത് റെക്സ് 709 കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഈ ഒരു ലോഗ് ചെയ്ത് ആദ്യം ഈ ഒരു ACSൻ്റെ ഒരു കളർ സ്പേസിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു കൺവേർട്ട് ചെയ്ത ആ ഒരു കളർ സ്പേസിൽ നിന്ന് നമ്മൾ വീണ്ടും റെക്സ് 709 കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു നോഡിന് ഇടയ്ക്ക് എഡിറ്റ് ചെയ്യുന്നതെല്ലാം ഈ ഒരു ACS കളർ സ്പേസിൽ നിന്നുകൊണ്ടായിരിക്കും എഡിറ്റ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമനായി കാണാൻ പറ്റുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ വലിയൊരു കളർ സ്പേസ് ആണ്. പൊതുവേ മൂവീസിലൊക്കെ ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്ന ഒരു വർക്ക്ഫ്ലോ ആണിത്. ഈ ഒരു നമുക്ക് വേണമെങ്കിൽ പ്രോജക്റ്റ് സെറ്റിങ്ങിൽ തന്നെ ഈ ഒരു കളർ സയൻസ് ഇവിടെ മാറ്റിയിട്ട് ACSയുടെ കളർ സയൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ 1.3 ആണ്. ആ ഒരു കളർ സ്പേസ് ആണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് റെക്സ് 709 കൊടുക്കാം. അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു എഫക്ട്സിൽ നിന്ന് ഈ ഒരു ACS ട്രാൻസ്ഫോമിൻ്റെ എഫക്ട്സ് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ACS ട്രാൻസ്ഫോം അറിഞ്ഞിരുന്നാൽ മതി. മറ്റൊരു വീഡിയോയിൽ ACS വർക്ക് ഫ്ലോയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പഠിച്ചത്? കളർ സ്പേസിനെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെ തരത്തിലുള്ള കളർ സ്പേസ് ഉണ്ടെന്ന് പഠിച്ചു. നിലവിൽ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്ന റെക്സ് 709, REC 2020 പോലുള്ള കളർ സ്പേസുകളെ കുറിച്ച് പഠിച്ചു. റെക്സ് 709 ആണ് മോസ്റ്റ്ലി എല്ലാ ഡിസ്പ്ലേസിലും അവൈലബിൾ ആയിട്ടുള്ള കളർ സ്പേസ് എന്ന് പറയുന്നത്. അതിന് മുകളിലുള്ള ഒരു കളർ സ്പേസ് ആണ് REC 2020. അത് നമ്മുടെ HDR ഡിസ്പ്ലേ പോലുള്ള 4K 8K ഡിസ്പ്ലേയിലൊക്കെ ആയിരിക്കും അത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നെറ്റ്ഫ്ലിക്സ് പോലുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ REC 2020 യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കി കുറച്ച് കളർ സ്പേസുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മുടെ ക്യാമറ സ്പെസിഫിക് ആയിട്ടുള്ള കളർ സ്പേസിനെ കുറിച്ച് പഠിച്ചു. ഓരോ ക്യാമറയ്ക്ക് സ്പെസിഫിക് ആയിട്ട് കളർ സ്പേസ് ഉണ്ടെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഓരോ ക്യാമറയ്ക്ക് സ്പെസിഫിക് ആയിട്ട് ലോഗ് പ്രൊഫൈൽ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ നോർമലായിട്ട് ഷൂട്ട് ചെയ്യുന്നത് റെക്സ് 709 ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം, പിന്നെ റോയിൽ ഷൂട്ട് ചെയ്യുന്നത്, പിന്നെ ലോഗിൽ എന്തുകൊണ്ട് ഷൂട്ട് ചെയ്യണം, ലോഗിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ, ഗുണങ്ങൾ, ദോഷങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഡാവിഞ്ചി റിസോൾവിൽ ലോഗിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ എങ്ങനെ റെക്സ് 709 കൺവേർട്ട് ചെയ്യുക എന്നുള്ള കാര്യം പഠിച്ചു. ഇനി നമ്മൾ ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഡിവൈസിലും ഇപ്പം നിലവിൽ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഡിവൈസിലും ആ ഒരു വീഡിയോയിലെ സെയിം കളേഴ്സ് നമുക്ക് എല്ലാ ഡിവൈസിലും കാണാൻ പറ്റും.